ഇസ്രയേൽ ഹമാസ് പ്രശ്നം ഒരു ഭാഗത്ത് തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഹൂതീസ് അമേരിക്കയ്ക്കെതിരെ കളത്തിലിറങ്ങി നിൽക്കുന്നു. ഹൂതീസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി പേർ പറഞ്ഞു നോക്കി ഇനി ആക്രമണമൊന്നും നടത്താൻ പാടില്ല എന്ന്. അമേരിക്കയാണെങ്കിൽ മറ്റു പല രാജ്യങ്ങളുമായി കൂടിച്ചേർന്ന് റെഡ് സീ ടാസ്ക് ഫോഴ്സ് ഒക്കെ രൂപീകരിക്കുന്നുമുണ്ട്. അമേരിക്കയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൂതീസിന്റെ നാശം അടുത്തു കഴിഞ്ഞു എന്ന്. ഹൂതീസും അതിന് മറുപടിയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു അമേരിക്കയ്ക്കെതിരെയും ഞങ്ങളുടെ ആക്രമണം ഉണ്ടാകും, ഞങ്ങൾ അത്ര പെട്ടെന്ന് വീഴില്ല എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ അവർ ചെയ്ത് കാണിക്കുകയും ചെയ്തു. ഇത്രയും പ്രശ്നം, ഇസ്രയേൽ ഗാസ പ്രശ്നമൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹൂതീസ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ UK കപ്പലിനെതിരായും അമേരിക്കയുടെ കപ്പലിനെതിരായും ആക്രമണം നടത്തിയിരിക്കുന്നു. UK റിപ്പോർട്ട് പ്രകാരം 21 മിസൈൽസ് ആൻഡ് ഡ്രോൺസ് ആക്രമിക്കാൻ വന്നതായി പറയപ്പെടുന്നു. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 18 ഡ്രോൺസും 2 ക്രൂയിസ് മിസൈലും അവരുടെ കപ്പലിനെതിരെ ആക്രമണം നടത്താൻ വന്നു എന്നതാണ്. സോ UKയും അമേരിക്കയും ഒരുമിച്ചാണ് ഈ ഒരു വാർത്ത പുറത്തുവിട്ടത്. 18 ഡ്രോൺസ്, 2 ക്രൂയിസ് മിസൈൽസ്, ഒരു ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഒരു വലിയ ഷോക്കിംഗ് തന്നെയാണ്. അങ്ങനെ ഹൂതീസ് നമുക്കെതിരെ ആക്രമണം നടത്തി, ഇനിയും ഹൂതീസിനെ വെറുതെ വിടാൻ പാടില്ല, അവർക്കെതിരെയുള്ള ആക്രമണം ചെയ്യണമെന്നും പറഞ്ഞ് UKയും അമേരിക്കയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് പ്രശ്നത്തിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോപ്പ് ഗാസ ഇഗ്നൈറ്റിംഗ് വൈഡർ വാർ. ഇത് മറ്റൊന്നുമല്ല, അമേരിക്കയുടെ ഇപ്പോഴത്തെ ശ്ലോകമാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ഫോറിൻ വിസിറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധം, ഈ ഒരു പ്രശ്നം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ പാടില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കുക എന്ന അവരുടെ നിലപാട് പറയാൻ ആരംഭിച്ചു. ഇതിനും അപ്പുറം തീർച്ചയായും ഹോസ്റ്റേജസിന്റെ സ്വാപ്പ് ഒന്നും തന്നെ നടക്കാൻ പോകുന്നില്ല. അത്രത്തോളം ഇസ്രയേൽ എല്ലാ ഡോറും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനിയും അങ്ങനെ സ്വാപ്പ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അതിശയം, അതായത് ഒരു അത്ഭുതം എന്തെങ്കിലും നടക്കണം. കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ സേന ഹമാസിന്റെ നോർത്തേൺ സൈഡിലുള്ള ടണൽ സ്ട്രക്ചറിലെല്ലാം ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ വിവരം പുറത്തുവിട്ടത് ഇസ്രയേലിന്റെ IDF ആണ്. ഈ ഒരു വിവരം പുറത്തുവിട്ടത് മാത്രമല്ല, അവർ എന്തുതരം ബോംബാണ് ഉപയോഗിക്കുന്നത്, എവിടേക്കാണ് ആക്രമണം നടത്തുന്നത്, ആ ടണൽ സ്ട്രക്ചറിൽ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ പോകുന്നു, ഏതുതരം മെഷീൻ ഗണ്ണാണ് ഉപയോഗിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫൂട്ടേജും പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഹമാസിന്റെ ടണൽ സ്ട്രക്ചർ നശിപ്പിക്കുക എന്നത് ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ആ ലക്ഷ്യം അവർ കുറച്ചായി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. അടുത്തത് ഗാസയുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ റിപ്പോർട്ട് പ്രകാരം 23,000 പാലസ്തീനുകാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 57,000 പേർക്ക് തീവ്രമായ പരിക്കേറ്റിട്ടുമുണ്ട്. ഇതിൽ നിരവധി പേർക്ക് സഹായം ആവശ്യമായിട്ടുണ്ട്, ഉയർന്ന ചികിത്സയും ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവിടെ ഓരോ മണിക്കൂറിലും 11 പാലസ്തീനിയൻസ് കൊല്ലപ്പെടുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സോ ഓരോ മണിക്കൂറിലും ഇസ്രായേൽ സേന 11 പാലസ്തീനിയൻസിനെ കൊന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രായേൽ ഒരു വംശഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസ് ഫയൽ ചെയ്തതിന്റെ വിചാരണ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. കാരണം ഇസ്രായേൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വംശഹത്യ ചെയ്യുന്നില്ല, ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. പക്ഷേ അത് അങ്ങനെ അല്ല എന്നും പറഞ്ഞ് നിരവധി രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയോടൊപ്പം ചേർന്ന് തെളിവുകൾ നിരത്താൻ സാധ്യതയുമുണ്ട്. എന്നാലും ഇൻഫ്ലുവൻസ് എന്നത് അവിടെ വലിയൊരു ഗെയിം പ്ലേ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ടാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ജസ്റ്റിസ് ആയിക്കോട്ടെ, യുണൈറ്റഡ് നേഷൻസ് ആയിക്കോട്ടെ, ഇവിടെയെല്ലാം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇൻഫ്ലുവൻസ് അധികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇസ്രയേലിനെതിരെ മറ്റൊരു രീതിയിലുള്ള പണിഷ്മെന്റും ഇതുവരെ എടുക്കാത്തത് തന്നെ. അതുകൊണ്ടാണ് ഈ കേസിന്റെ വിചാരണ നീണ്ടുപോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അൽ ഖസാം സോൾജിയർ, ഇസ്രയേലിന്റെ ഒരു സോൾജിയറിനെയും അതുപോലെ തന്നെ പീരങ്കിയെയും ഒറ്റയ്ക്ക് നശിപ്പിച്ചു എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അബു ഉബൈദയുടെ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ 22 ഇസ്രയേൽ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹിസ്ബുള്ള ലെബനൻ സൈഡിലിരുന്നാണ് ഈ പരിക്കേൽപ്പിച്ചത് എന്നും പറയുന്നുണ്ട്. അടുത്തതായി ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ ഗ്ലോബൽ മൂവ്മെന്റ് എന്നത് നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അതും അടുത്ത ശനിയാഴ്ചയാണ് അത് നടക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കുമ്പോൾ നിങ്ങൾ പാലസ്തീനിയൻസിന് സപ്പോർട്ടാണോ? അങ്ങനെയാണെങ്കിൽ അതൊരു റാലിയുടെ രൂപത്തിൽ കാണിക്കുക എന്നതാണ്. ഇങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും ശബ്ദമുയരാൻ സാധ്യതയുണ്ട്. സോ പാലസ്തീൻ അനുകൂലമായ സംഘടനകളെല്ലാം ചേർന്ന് ഒരു ഗ്ലോബൽ മൂവ്മെന്റ് ചെയ്യാൻ പോകുന്നു.
അത് വലിയ അളവിൽ ചർച്ച ചെയ്യപ്പെടുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് കുറച്ച് രാജ്യങ്ങൾ അസ്വസ്ഥരായിട്ടുണ്ട്. സോ ഏതൊക്കെ സ്ഥലത്തിലാണ് ഇവർ സംഘം ചേരാൻ പോകുന്നത്, അത് തടഞ്ഞു നിർത്തണമെന്നും പറഞ്ഞ് ചർച്ച ചെയ്ത് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊരു പ്രോ പാലസ്തീൻ റാലി നടക്കാൻ പാടില്ല. അങ്ങനെ ഈ റാലി നടന്നു കഴിഞ്ഞാൽ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒരു വലിയ അപമാനമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് തടയണമെന്ന് നിരവധി രാജ്യങ്ങൾ പറയുന്നുണ്ട്. അടുത്തത് UK പാർലമെന്റിൽ ഗാസയിലെ ജനങ്ങൾ, കുട്ടികൾ പട്ടിണി കിടക്കുന്നു, പട്ടിണി മൂലം മരണപ്പെടുന്നു. ഇതിന് UK ഭരണകൂടം എന്ത് ഉത്തരം കൊടുക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്നു. പൊതുവെ UK എന്ന് പറയുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഇസ്രയേൽ ഹമാസ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒന്നിലും ഇടപെടില്ല, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കില്ല എന്ന് പറയുന്നവരാണ്. ഇപ്പോൾ UK ജനങ്ങൾ തന്നെ, UK രാഷ്ട്രീയക്കാർ തന്നെ UK ഭരണകൂടത്തിനെതിരെ ഗാസ ജനങ്ങൾ പട്ടിണി കിടക്കുന്നു, അതിനെന്ത് ചെയ്യാൻ പോകുന്നു എന്ന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ഇറാഖിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ട്രൂപ്സിനെ ഇറാഖിൽ നിന്നും പുറത്താക്കാൻ പോകുന്നു. അങ്ങനെ അമേരിക്കൻ ട്രൂപ്സിനെ പുറത്താക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നതിനെ കുറിച്ചും അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അസസ്മെന്റ് പൂർത്തിയായി കഴിഞ്ഞാൽ അമേരിക്കൻ ട്രൂപ്സിനെ ഇറാഖിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമങ്ങൾ തുടരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇറാഖിൽ നിന്നും അമേരിക്കൻ ട്രൂപ്സിനെ പുറത്താക്കിയാൽ തുർക്കി ഇറാഖിനെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തും. പ്രധാനമായും ഇറാഖിലുള്ള സേനകൾക്കെതിരായും തുർക്കി വലിയ അളവിൽ യുദ്ധം ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഇറാഖിൽ നിന്നും അമേരിക്ക പുറത്തു പോയാലും ഇല്ലെങ്കിലും ഇറാഖിന് വലിയ പ്രശ്നം തന്നെയാണ്. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം, ആദ്യം നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് നിന്നും പുറത്തു പോകൂ എന്ന രീതിയിൽ ഇറാഖ് പറയാനുള്ള സാധ്യതയും ഏറെ തന്നെയാണ്. അടുത്തത് ഇറാൻ. ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ 4ാം ചരമവാർഷികം നടന്നു. ആ ദിവസം ഇരട്ട ബോംബ് സ്ഫോടനമുണ്ടായി. ഇതിന് കാരണം ISS തീവ്രവാദികളാണെന്ന് അമേരിക്ക പറയുന്നു. അവരും പറഞ്ഞു യെസ്, ഇത് ചെയ്തത് ഞങ്ങൾ തന്നെയാണ്. ഇപ്പോൾ 12 പേരിൽ പരം ആളുകളെ ഇറാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങൾക്കിതിൽ ബന്ധമുണ്ട്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംശയാസ്പദമായ 12 പേരെ ഇറാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ 12 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ അത് 30 ആകാനുള്ള സാധ്യതയും കൂടുതലാണ്. സുലൈമാനിയുടെ മരണത്തിൽ നീതി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇറാന് ഇപ്പോൾ മറ്റൊരു പ്രശ്നം. ഈ 100 പേർക്ക് എങ്ങനെ നീതി കൊടുക്കുമെന്ന് കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇറാൻ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ മൂവേഴ്സ് ആൻഡ് പാക്കേഴ്സ് അംബാസഡേഴ്സ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, അവിടെ ഇരുന്ന് ഇസ്രയേൽ കൂടാതെ റെഡ് സീയിലൊക്കെ നിരവധി ക്രൈസിസ് നടക്കുന്നത് കൊണ്ട് അവരുടെ ഷിപ്മെന്റിൽ ഡിലേ വരുന്നു. ഇതിന് അവിടെയുള്ള ഉപഭോക്താക്കൾ ഞങ്ങളോടൊപ്പം സമാധാനമായി പോയേ പറ്റൂ, വേറെ വഴിയില്ല, റെഡ് സീയിലൂടെ വരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ എറർ സംഭവിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രോപ്പറായി സമയത്തിന് ഡെലിവറി ചെയ്യാൻ പറ്റാത്തത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തന്നെ ഇങ്ങനെ പറയുന്നുവെങ്കിൽ റെഡ് സീയെ വിശ്വസിച്ചിരിക്കുന്ന അവരുടെ അവസ്ഥ ഭയാനകം തന്നെയാണ്. അടുത്തത് നാബ്ലസ്. ഈ നാബ്ലസ് എന്നത് നോർത്തേൺ വെസ്റ്റ് ബാങ്കിലെ ഒരു സിറ്റിയാണ്. കഴിഞ്ഞ ദിവസവും ഇവിടെ ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. അതിൽ 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. സോ വെസ്റ്റ് ബാങ്കിലും നിരവധി പേരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ അവിടെയും ആക്രമണം നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് നോർത്തേൺ ഗാസ മുഴുവനുമായി ആക്രമണം നടത്തിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് സദേൺ ഗാസ, സെൻട്രൽ ഗാസ കൂടാതെ ഖാൻ യൂനിസ് മാത്രമാണ്. വളരെ പ്രധാനപ്പെട്ട പവർ ജനറേറ്റർ ഏരിയയെ ഇസ്രയേൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് എന്നും ഈ ഒരു എനർജി ക്രൈസിസ് ഗാസ മുഴുവനുമായി വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ഗാസ ഭരണകൂടം പുറത്തുവിട്ടിരിക്കുന്നു. സോ ഈ ക്രൂഷ്യൽ പവർ ജനറേറ്റേഴ്സ് എന്നത് അവിടെയുള്ള പല വീടുകൾക്ക് ഇപ്പോഴും വൈദ്യുതി കൊടുക്കുന്ന ഒരു പവർ ജനറേറ്റർ മീഡിയം ആയിരിക്കുകയാണ്. അതിൽ ഇസ്രയേൽ ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ ഈ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടമായിരിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അവസാന അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, സൗത്ത് ആഫ്രിക്ക ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ ഇസ്രയേലിനെതിരെ ഇസ്രയേൽ വംശഹത്യ ചെയ്തു എന്നൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കുറച്ച് സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ സൗത്ത് ആഫ്രിക്ക മാത്രം വിചാരിച്ചാൽ ഈ ഒരു കേസിൽ വിജയിക്കാൻ പറ്റില്ല. സൗത്ത് ആഫ്രിക്കയ്ക്ക് അനുകൂലമായ രാജ്യങ്ങൾ, ശബ്ദങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അതിനുശേഷം ഇസ്രയേലിന് എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടുന്നത്, ഇസ്രയേലിന് പണിഷ്മെന്റ് ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണണം. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.